വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി 15 ദിവസം പിന്നിടുമ്പോഴും ഉരുട്ടി പാലത്തിന് ഇപ്പുറം വരെ മാത്രമാണ് ബസ്സുകൾക്ക് അനുമതി. ഈ പാലം കടക്കാനുള്ള അനുമതി ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആളുകൾ 1 കിലോമീറ്ററിലധികം നടന്ന് വന്ന് വേണം ഈ ബസ്സിലേക്ക് കയറാൻ. അതിൻ്റെ ദുരിതം യാത്രക്കാരും അതോടൊപ്പം തന്നെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയാത്തതിനാൽ ബസ്സുകാരും അനുഭവിക്കുന്നുണ്ട്. ഓട്ടോകളെയും മറ്റും ആശ്രയിച്ചും അല്ലെങ്കിൽ നടന്നു വന്നുമാണ് ഈ ബസ്സിൽ കയറേണ്ട സാഹചര്യം. എന്തായിട്ടാ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടും ബസ്സുകൾക്ക് അങ്ങോട്ടൊരു അനുമതി ഇല്ലല്ലോ. ഇന്നലെ 12,000 ലിറ്ററിൻ്റെ ടാങ്കർ ലോറി അപ്പുറത്തോട്ട് ഓടി, പക്ഷേ ബസ് കൊണ്ടുവന്നില്ല. ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ജനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോറിക്ഷ കൂട്ടിയും വയസ്സായവരൊക്കെ അങ്ങനെ ഇവിടെ വരണം. പുറം ലോകത്തെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ ഈ ബസ് അങ്ങോട്ട് വരാത്തത്? തീർച്ചയായിട്ടും ഇതിപ്പം താൽക്കാലികമായിട്ടാണെങ്കിലും ബസ് എത്തിക്കാൻ കുഴപ്പം ഇല്ല. അതെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തീരാവുന്നൊരു പണി എന്താണ് ആഴ്ചകളോളം വിടുന്നുള്ളത് അറിയുന്നില്ല. അത് കാരണം 2 സൈഡും കുറേശ്ശെ പോയെങ്കിലും വലിയ കല്ലിട്ടിട്ട് അവിടെ റോഡ് മുന്നോട്ട് വിലങ്ങാടങ്ങാടിയിലേക്ക് ബസ് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്താണ് കാരണം എന്നറിയില്ല. ഈ സ്കൂളിലൊക്കെ പോകാൻ കുട്ടികൾക്കും ബുദ്ധിമുട്ടാണല്ലേ? ഉറപ്പല്ലേ? അത് തന്നെയാണ്. 30ഓളം സർവീസുകളാണ് എല്ലാ ബസ്സുകളും വിലങ്ങാടേക്കും വിലങ്ങാട് നിന്ന് തിരിച്ചും ഉണ്ടാവുന്നത്. ഇവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തത് അവരുടെ സർവീസിനെയും ബാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ദുരന്തത്തെ അതിജീവിക്കുന്ന വിലങ്ങാടുകാർക്ക് ഈ ഉരുട്ടിപ്പാലം ഒരു പ്രതിസന്ധിയായി മാറുന്നു. ബസ്സുകൾക്ക് തൊട്ടപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ ഈ ദുരന്തം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഈ ബസ്സിലെ തൊഴിലാളികൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ചേട്ടാ, എന്താ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? കിട്ടിയിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനാകുന്നില്ല, തന്നെ അത് കാര്യമായിട്ടുള്ള പ്രശ്നം ഇത്. പിന്നെ നാളെ അങ്ങനെ നടന്നിങ്ങ് എത്തേണ്ട ഒരു താമസമുണ്ട്. ഈ പാലാപകടത്തിലായോണ്ട് പോകേണ്ട എന്നാണോ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്? പാലാപകടത്തിൻ്റെ നമ്മൾ കാഴ്ചക്ക് തന്നെ ഇവിടെയും അപകടത്തില്ല, പിന്നെ അപ്പുറം റോഡും അപകടത്തില്ല. അതുകൊണ്ടുള്ള പ്രശ്നം തന്നെ. എന്തായാലും അതിജീവനത്തിന്റെ പാതയിലാണ് വിലങ്ങാട്ടുകാർ. ഈ ബസ് കടക്കാൻ കഴിഞ്ഞാൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല, പുറം ലോകത്തെ ബന്ധപ്പെടാൻ ഈ ബസ് സർവീസ് കൂടുതലായി സഹായിക്കും. അതുകൊണ്ട് ബസ്സുകൾ ഉരുട്ടിപ്പാലം കടക്കാൻ വേണ്ട നടപടി ഉടൻ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. വിലങ്ങാട് നിന്നും പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24.